പൂജാമുറിക്കകത്ത് സ്വാഭാവികമായിട്ട് വെക്കാൻ പാടില്ല എന്നെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഹനുമാന്റെ പടം, ആഞ്ജനേയൻ, അയ്യപ്പസ്വാമി, ഇവരൊക്കെ എന്ന് വെച്ചാൽ നിത്യബ്രഹ്മചാരികളാണ്. നമുക്ക് വീട്ടിലേക്ക് വരുന്ന പൈസ കയ്യിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പണം സൂക്ഷിക്കേണ്ടത് എവിടെയാണ് സർ? ഈ അലങ്കാരത്തിന് വേണ്ടിയിട്ട് പൂജാമുറികൾ പണിയും. ഇപ്പോൾ പലർക്കും അതൊരു ബാധ്യതയായി മാറുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ദൈവികമായൊരു കാര്യം നമുക്ക് നേരെ തിരിച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്? അങ്ങനെ വരുന്നത് പൂജാമുറി പൊതുവെ എല്ലാ ആളുകൾക്കും അല്ലേ, നാനാജാതി ആളുകൾക്കും പൂജാമുറി അല്ലെങ്കിൽ പ്രാർത്ഥന മുറിയെന്നോ പ്രാർത്ഥനാ സ്ഥലം എന്നൊക്കെ പറയാം. അതാണല്ലോ പൂജാമുറി. പക്ഷേ വാസ്തുശാസ്ത്രപ്രകാരം പൂജാമുറിക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ പൂജാമുറിയിൽ സിസ്റ്റമാറ്റിക്കായിട്ടൊരു വിളക്ക് വെപ്പോ പ്രാർത്ഥനയോ നമുക്ക് സാധിക്കാതെ വരും. ഇപ്പോൾ തെക്ക് കിഴക്കേ ഭാഗത്താണ് പൂജാമുറി വെച്ചതെങ്കിൽ അതിനെ അഗ്നിമൂല എന്ന് പറയുന്നത്. അഗ്നിയുടെ നടുക്കുന്നത്, അതായത് നമുക്ക് ടെൻഷനും അതുപോലുള്ള പല പല കാര്യത്തിൽ അഗ്നിമൂലയിൽ പൂജാമുറി വെച്ച് കഴിഞ്ഞാൽ, തെക്ക് കിഴക്കേ മൂലയ്ക്കാണ് നമ്മൾ പൂജാമുറി സ്ഥാപിച്ചതെങ്കിൽ അവിടുത്തെ പൂജാമുറിയിൽ നമുക്ക് സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കാൻ പറ്റാതെ വരും. അല്ലെങ്കിൽ അവിടെ കോൺസ്റ്റൻ്റായിട്ട് ശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റാതെ വരും. പിന്നെ വഴിയിൽ ഇപ്പോൾ ഈ സ്റ്റെപ്പ് കയറി വരുന്ന സ്ഥലത്ത്, അതല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിൽ ഒരു സ്റ്റാൻഡ് പോലെ അടിച്ചിട്ട് അവിടെ വിളക്ക് കത്തിക്കും. അപ്പോൾ അത് വഴിയമ്പലമായി, വഴിയിൽ വെക്കുന്ന അതുപോലെ. അങ്ങോട്ട് പല ആൾക്കാർ ആ മുറിയിലേക്ക് ഈ മുറിയിലേക്കൊക്കെ കടന്നു പോയൊക്കെ വരുമ്പോൾ അശുദ്ധമായിട്ടുള്ള, ഇപ്പോൾ പെണ്ണുങ്ങൾ വീട്ടിൽ ഇപ്പം ആരും നോക്കുന്നില്ല, 7 ദിവസം മാറി നിൽക്കുന്ന മന്ത്ലി പ്രശ്നമല്ലോ. അങ്ങനെയൊക്കെ അത് അശുദ്ധമായിട്ട് പൂജാമുറിയിൽ സ്പർശിച്ചുകൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും നമ്മൾ വൃത്തിയോടെ സൂക്ഷിച്ചില്ലെങ്കിൽ അത് അഴുക്കാവുമല്ലോ. പിന്നെ സ്ഥാനം തെറ്റിയാലും അഴുക്കാവുമല്ലോ അല്ലേ? ഏതൊരു സംഗതിക്കും സ്ഥാനം തെറ്റിയാലും അഴുക്കാവും. അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് വായിൽ കിട്ടിയാൽ അത് അമൃതമാണ്. ഒരു 6 ഇഞ്ച് മാറിയത് ഡ്രസ്സിൽ വീണാലോ അഴുക്കെന്ന് നമ്മൾ തന്നെ പറയുമല്ലോ അല്ലേ? അപ്പം അത് ആ പാൽപ്പായസത്തിൻ്റെ കുഴപ്പമല്ല, സ്ഥാനത്തിൻ്റെ കുഴപ്പമാണ് അല്ലേ? പരമശിവൻ്റെ കഴുത്തിൽ പാമ്പ് അവിടെ ഇരിക്കുവാണെങ്കിൽ പാമ്പിന് നല്ലതൊക്കെ അസുഖമാണ്. ഇറങ്ങി വന്നാൽ ഗരുഡൻ സമ്മതിക്കുമോ? അപ്പം നമുക്ക് സ്ഥാനം തെറ്റിയാൽ അഴുക്കാവും. പൂജാമുറി എല്ലാ വീട്ടിലും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് വെക്കുന്നത്. പക്ഷേ ആ ഐശ്വര്യം എന്തുകൊണ്ട് വരുന്നില്ല, എന്തുകൊണ്ടത് ബാധയാവുന്നു എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ സ്ഥാനമാറ്റം വന്ന പൂജാമുറികളിലൂടെ ഐശ്വര്യം വരേണ്ടതിന് പകരം ദോഷം വരും. കാരണം അത് കുറച്ച് കാലം സൂക്ഷിച്ചു, പിന്നെ സൂക്ഷിക്കാതെ വന്നു കഴിഞ്ഞാൽ, വിളക്കെത്തിക്കാതെ വന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ആവും. അതുപോലെ തന്നെയാണ് ഇപ്പം കന്നിമൂലയ്ക്ക് കൊണ്ടുപോയിട്ട് പൂജാമുറി വെച്ചാൽ, വീടിൻ്റെ കന്നിമൂലയിൽ, തെക്ക് പടിഞ്ഞാറേ മൂലയിൽ കന്നിമൂല അവിടെ വയ്ക്കരുത്. വടക്ക് പടിഞ്ഞാറേ ഭാഗം വായുമൂല, അവിടെയും വെക്കാൻ പാടില്ല. ഏറ്റവും നല്ല പൂജാമുറിക്കുള്ള സ്ഥാനം ഈശാനമൂലയാണ്. ഈശാനമൂല എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ മൂല. വടക്ക് കിഴക്കേ ഭാഗത്ത് പൂജാമുറി വെക്കുക. അത് കുറച്ച് കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന ജനലും വാതിലൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ വളരെ നല്ലത്. ശാന്തമായ അന്തരീക്ഷം. അവിടെ നിന്ന് പോസിറ്റീവ് എനർജി വരും. വാസ്തുശാസ്ത്രം അനുസരിച്ച് പോസിറ്റീവ് എനർജി ഭൂമിയിലേക്ക് വരുന്നത്, വീട്ടിലേക്ക് വരുന്നത് വടക്ക് കിഴക്കേ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ആ വടക്ക് കിഴക്കേ ഭാഗത്ത് പൂജാമുറിയും കൂടി ഉണ്ടെങ്കിൽ ഈ പോസിറ്റീവ് എനർജി ഇതോടുകൂടി നമ്മുടെ വീടിനകത്തേക്ക് വരും. അത് വളരെ നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം, പൂജാമുറിക്കകത്ത് ഒരു 1, 2 അല്ലെങ്കിൽ 3 വിഗ്രഹങ്ങളോ ഫോട്ടോസോ ഒക്കെ വെക്കുന്നതിന് പകരം അവിടെ നിന്ന് കിട്ടിയത്, ഇവിടെ നിന്ന് കിട്ടിയത്, ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ 2 കലണ്ടർ കിട്ടി, ചോറ്റാനിക്കര അമ്പലത്തിൽ പോയപ്പോൾ 4 കലണ്ടർ കിട്ടി, ഇങ്ങനെ പോകുന്നിടത്തു നിന്നെല്ലാം ഈശ്വരന്മാരുടെ പടവും ഈ പൊട്ടാസ്, മത്താപ്പ്, തീപ്പെട്ടി, ഇതിൻ്റെ പുറത്തൊക്കെ ശ്രീരാമചന്ദ്രൻ്റെ നല്ല പടമൊക്കെ ഒരു മത്താപ്പിൽ ഈ വിഷുക്കാലത്തെ ഇതൊക്കെ അവർ കീറി കളയണ്ടല്ലോ, ഭഗവാനല്ലേ. പിന്നെ ഈ മാഗസീനിൽ നിന്ന് വെട്ടിയെടുക്കുന്നതെല്ലാം കൊണ്ട് ഈ പൂജാമുറിയിൽ അങ്ങോട്ട് ഒട്ടിച്ചു വയ്ക്കും. അങ്ങോട്ടിപ്പം നോക്കാൻ പറ്റാത്തൊരവസ്ഥയായി, കൺഫ്യൂഷനായി. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷൻ. ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ, ഈശ്വരൻ്റെ ചിത്രങ്ങൾ വെച്ചാൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. അതായത് ഏത് ദേവനെ വിളിക്കും, ഓം നമോ നാരായണ 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 എന്ന് ചോദിക്കുമ്പോൾ നമഃശിവായ നമഃശിവായ, ഇത് നമ്മൾ ഇങ്ങോട്ട് മാറി ഇതിനെ ഒന്ന് പരിഗണിക്കണ്ടേ. പിന്നെ നമ്മൾ നല്ല തിരക്കാണെങ്കിൽ ഒട്ടും പറ്റാതെയും വരും. അപ്പം നമുക്ക് ഇഷ്ടദേവനെ, നമ്മളെപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇഷ്ടദേവനെ, അതിൻ്റെ ഒരു പടം വയ്ക്കാം. ഗണപതിയെ വയ്ക്കാം, വിഘ്നേശ്വര എന്ന് പ്രാർത്ഥിക്കാം. അതല്ലെങ്കിൽ കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെയൊക്കെ വയ്ക്കാം, സ്ഥിരത. പിന്നെ ലക്ഷ്മി ദേവിയുടെ വയ്ക്കാം. പൂജാമുറിക്കകത്ത് സ്വാഭാവികമായിട്ട് വെക്കാൻ പാടില്ല എന്നെ ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഹനുമാൻ്റെ പടം, ആഞ്ജനേയൻ, അയ്യപ്പസ്വാമി, ഇവരൊക്കെ എന്ന് വെച്ചാൽ നിത്യബ്രഹ്മചാരികളാണ്.
അവർക്ക് അവരുടെ നമ്മൾ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അവരെയൊക്കെ വെച്ച് ആചരിച്ചു കഴിഞ്ഞാൽ അവരുടേതായ കുറച്ച് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അത് പാലിക്കാൻ സാധാരണ കുടുംബസ്ഥർക്ക് സാധിച്ചില്ല എങ്കിൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ നെഗറ്റീവ് ആയേക്കാം. അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ പൂജാമുറി കാര്യങ്ങളിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ സമ്പത്ത്, ഈ നമുക്ക് വീട്ടിലേക്ക് വരുന്ന പൈസ കയ്യിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പണം സൂക്ഷിക്കേണ്ടത് എവിടെയാണ്? പണം സൂക്ഷിക്കേണ്ടത് വാസ്തുശാസ്ത്രപ്രകാരം കന്നിമൂലയിലാണ്. അതായത് ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറേ കോർണർ, അവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം വരേണ്ടത്. അവിടെ തന്നെ ഏറ്റവും വെയിറ്റുള്ള അലമാരയോ ലോക്കറോ അങ്ങനെ എന്തെങ്കിലും വാങ്ങി അത് വയ്ക്കണം, മരത്തിൻ്റെ എനിവേ കഴിവുള്ളതുപോലെ. അവിടെയാണ് സൂക്ഷിപ്പ് കേന്ദ്രം. അത് ആഭരണം, പണം, ആധാരങ്ങൾ, വാല്യൂസ് എല്ലാം അവിടെ കൊണ്ടുപോയി വെച്ചാൽ അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരും എന്നാണ് പൊതുവേ ഉള്ളൊരു വിശ്വാസം. അത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സമ്പത്ത് കയറി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വാസ്തുവിൽ ശ്രദ്ധിക്കേണ്ട വേറെ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്? സമ്പത്ത് കയറി വരാനായിട്ട് സമ്പത്ത് വരാനായിട്ടുള്ള മാർഗം നമ്മൾ തന്നെ അത് നമുക്ക് യോജിച്ചതായിട്ട് കണ്ടെത്തണം. ഈ കയ്യിൽ കിട്ടുന്ന പൈസ എവിടെ കൊണ്ട് വെക്കണം എന്ന് ചിന്തിക്കുന്നതിന് മുൻപേ കയ്യിലേക്ക് പൈസ വരാൻ എന്താണ് മാർഗം എന്ന് ആദ്യം ചിന്തിക്കണം. ബിസിനസ് ആണെങ്കിൽ അത്, ജോലിയാണെങ്കിൽ അത്, കിട്ടുന്ന പൈസ അനാവത്തായിട്ട് ചിലവായി പോകാതിരിക്കാൻ. ഇപ്പോൾ അഗ്നിമൂലയായിട്ടുള്ള തെക്ക് കിഴക്കേ ഭാഗത്ത് അവിടെ എവിടെയെങ്കിലും അലമാര കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ വന്നു കയറുന്നതിന് മുമ്പേ ദുരിതങ്ങൾ വരും. ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? എന്നാൽ അഗ്നിയിലേക്ക് എന്തിട്ടാലും അത് കനകമാണോ പഞ്ഞിയാണോ അല്ലെങ്കിൽ കമ്പിളിപ്പുതപ്പാണോ ഇതൊന്നും അഗ്നി നോക്കില്ല, എല്ലാം ചുട്ടുകളയും അവന്, അല്ലേ, ഭസ്മമാക്കും. അപ്പം അതുപോലെ അഗ്നിമൂലയിൽ പൈസ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഭസ്മമാകും, അനാവശ്യ ചിലവുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഫ്ലാറ്റും കാര്യങ്ങളിലൊക്കെ അല്ലേ താമസിക്കുന്നത്. അപ്പം ചിലപ്പോൾ ദിക്കറിയില്ലായിരിക്കാം. ഫ്ലാറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തു നോക്കി തന്നെ ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. അപ്പം അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്? ഫ്ലാറ്റുകളിലാണെങ്കിലും ഒരു തീപ്പെട്ടിക്കാണെങ്കിലും അതിനൊരു വാസ്തുണ്ട്. 1 ഏക്കർ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹൈക്കോടതി ബിൽഡിങ്ങിനും ഒരു വാസ്തുണ്ട്. ഏറ്റവും വലിയ ബിൽഡിംഗ് എന്ന നിലയ്ക്ക് ഒരു വാസ്തുണ്ട്. അതല്ല ഒരു തീപ്പെട്ടി പോലത്തെ ഒരു ബിൽഡിംഗ് ആണെങ്കിലും അതിനൊരു വാസ്തുണ്ട്. എല്ലാത്തിൻ്റെയും തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല, എല്ലാത്തിൻ്റെയും തെക്ക് കിഴക്കേ മൂലയാണ് അഗ്നിമൂല, എല്ലാത്തിൻ്റെയും വടക്ക് പടിഞ്ഞാറേ മൂലയാണ് വായുമൂല, അതുപോലെ തന്നെ ഈശാനമൂല എന്ന് വെച്ചാൽ വടക്ക് കിഴക്ക്. ഇങ്ങനെ 4 മൂലകളുണ്ട്. ഈ മൂലകളെ അറിയാനായിട്ട് ഫ്ലാറ്റുകളിൽ നമ്മൾ കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ ഒരു വാസ്തുക്കാരനെ വിളിച്ചാൽ അത് അറിയാൻ പറ്റും. പക്ഷേ ഈ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരു ഫ്ലാറ്റിലാണ് അവിടെ കന്നിമൂല എന്ന് പറയുന്നത് ബെഡ്റൂമും അല്ല അലമാര വയ്ക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ, അവിടെ സൂക്ഷിക്കാൻ പറ്റാത്തതായിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ അവിടെ താമസിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലും നമുക്ക് ഈ ഒരു വലിയൊരു ഡാമിൻ്റെ താഴെ പോയി നമ്മൾ വീട് വെച്ച് കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കാം, കുഴപ്പമില്ല എന്ന് പറയുന്നത് പോലെ ഏത് നിമിഷവും നമുക്കൊരു ഭീതി ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറുന്നത് വരെ നമുക്ക് സേഫായിട്ടുള്ള സ്ഥലം ഈ കന്നിമൂലയിൽ എവിടെയെങ്കിലും ഒരു അലമാര വെക്കാൻ പറ്റിയാൽ അത് നല്ലതായിരിക്കും. വിസിറ്റിംഗ് റൂമിലാണെങ്കിലും ലോക്കറായിട്ടുള്ള ഒരു അടച്ചുറപ്പുള്ളത് വെക്കാം, അല്ലെങ്കിൽ ഈശാനമൂലയിൽ കൊണ്ടുവയ്ക്കാം. പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ സുന്ദരം ആചാര്യയുമായി നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾ നേരിട്ട് മനസ്സിലാക്കാം. താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയയ്ക്കുക. ജ്യോതിഷ പണ്ഡിതൻ ഡോക്ടർ സുന്ദരം ആചാര്യയുമായി നേരിട്ട് ബന്ധപ്പെടുവാൻ ABC മലയാളം നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.